ഹായ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ സെക്കൻഡ് വീഡിയോ, അതായത് പാർട്ട് 2. നേരത്തെ ഞാൻ പാർട്ട് 1 എടുത്തത്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 മൂന്നാല് ഉണ്ട്. അത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാർട്ട് 1 കഴിഞ്ഞെടുത്തത്. ഇപ്പോൾ എടുക്കാൻ പോകുന്നത്, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാർട്ട് 2 ആണ്. അതായത് പാർട്ട് 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ ടെൻസില്ല, സെൻറ്റൻസ് പേരില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ നോട്ട്, നെവർ ഇങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ ഇല്ല എന്നുള്ള സെൻറ്റൻസ് കാണിക്കുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ പഠിച്ചു. ഞാൻ പോയി, വന്നു, കണ്ടു, ഐ വെൻറ്റ്, ഐ സോ ഒക്കെ പഠിച്ചു തൊട്ട് മുന്നത്തെ വീഡിയോയിലെത്തി. അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ പോയില്ല, കണ്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് വെച്ചിരിക്കണം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് ഞാൻ ഇപ്പോൾ ഈ പറയാൻ പോകുന്നത്. അതായത് സിമ്പിൾ പാസ്റ്റിൻ്റെ പാർട്ട് 2. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ എപ്പോഴും ഈ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ നമ്മൾ ഡിഡ് എന്ന് പറഞ്ഞ സാധനം ഒരു ഓക്സിലറി വെർബ് ഉണ്ട്. സഹായിക്രിയ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് അതൊരു 10-16 ഓക്സിലറി വെർബ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സിമ്പിൾ പാസ്റ്റ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഡിഡ് എന്ന് പറഞ്ഞ ഒരു സാധനം വെക്കണം. അത് ഡിഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി വെർബാണ്. ചെയ്തു, പക്ഷേ ഇതിനകത്ത് ഓക്സിലറി വെർബായിട്ട് നിൽക്കുന്നത്, സഹായക്രിയയായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഇതിനകത്ത് വലിയ മീനിങ്ങിൻ്റെ പർപ്പസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇന്നലെ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ ഐ കെയിം, ഐ വെൻറ്റ്, ഞാൻ പോയി, ഐ സോ ഐ മൂവ് യെസ്റ്റർഡേ. ഇനി ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് നെഗറ്റീവ് സെൻസ് ആക്കണമെങ്കിൽ, അതായത് സിമ്പിൾ പാസ്റ്റ് വർക്കോ സിമ്പിൾ പാസ്റ്റിൻ്റെ നെഗറ്റീവ് സെൻസ് ആക്കണമെങ്കിൽ മാത്രമേ ഡിഡ് ഉപയോഗിക്കാവൂ. അതായത് ഞാൻ വന്നില്ല, പോയില്ല, കണ്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഐ ഡിഡ് നോട്ട് സീ, ഐ ഡിഡ് നോട്ട് ഗോ. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ ഇതിനും ഫോംസ് ഉണ്ട്. ഇതിൻ്റെ ഫോംസ് സാധാരണ ആരും പഠിപ്പിക്കാറില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് പറഞ്ഞ ജസ്റ്റ് വേണമെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1. പക്ഷേ ഇതൊന്നും കാര്യമായിട്ട് പഠിക്കാറില്ല. പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും, വളരെ ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ നെഗറ്റീവ് സെൻസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇത് ആക്റ്റീവ് വോയിസ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ വന്നില്ല, പോയില്ല എന്നുള്ള സെൻറ്റൻസ് കാണിക്കണമെങ്കിലാണ് നമ്മൾ നെഗറ്റീവ് വെക്കുന്നത്. അപ്പോൾ ഐ ഡിഡ് നോട്ട് ഗോ, ഐ ഡിഡ് നോട്ട് റീഡ് ന്യൂസ് പേപ്പർ യെസ്റ്റർഡേ, ഐ ഡിഡ് നോട്ട് വാച്ച് മൂവി ലാസ്റ്റ് ഇയർ. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഗോ മൂന്നാർ ലാസ്റ്റ് സൺഡേ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ സിമ്പിൾ പാസ്റ്റ് ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ കാര്യം പറയാനാണ്. ആ പണ്ടത്തെ കാര്യം പറയുന്നതിൻ്റെ കൂടെ പ്ലസ് ഇല്ല എന്ന് കൂട്ടിച്ചേർക്കണമെങ്കിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് കഴിഞ്ഞതിന് ശേഷം V1 വയ്ക്കാവൂ. നമ്മൾ സിമ്പിൾ പാസ്റ്റ് V2 പറഞ്ഞത്, പക്ഷേ ഇതിന് V1 മാത്രമേ വയ്ക്കാൻ പാടുള്ളൂ. അതാണ് ഇംഗ്ലീഷ് റൂൾസ്. നമ്മൾ ഇംഗ്ലീഷ് റൂൾസ് ഫോളോ ചെയ്തേ പറ്റൂ. നമുക്കായിട്ട് ഐ ഡിഡ് നോട്ട് ടുക്ക് എന്ന് പറയാൻ പാടില്ല. ഓക്കെ. അപ്പോൾ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഡിഡ് നോട്ട് പറഞ്ഞാൽ പിന്നെ പ്രസൻറ്റ് ഫോമേ വയ്ക്കാൻ പാടുള്ളൂ. ഓക്കെ. ഞാൻ ഒന്നുകൂടി പറയാമേ, ഒരു എക്സാമ്പിൾ വേണ്ടി പറയാമേ. ഐ ഡിഡ് നോട്ട് ടേക്ക് ക്ലാസ് യെസ്റ്റർഡേ. ഓക്കെ, ഐ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ് യെസ്റ്റർഡേ നൈറ്റ്. അപ്പോൾ ഇത് ക്ലിയർ അല്ല നിങ്ങൾക്ക്? അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസിനകത്ത് ഡിഡ് എന്ന് പറഞ്ഞ സാധനം നിർബന്ധമായി ഉണ്ടായിരിക്കണം. പല ആളുകളും പറയുന്നുണ്ട് ഐ യെസ്റ്റർഡേ ഐ നോ ഈറ്റ് എന്നൊക്കെ പറയും. അതൊന്നും കറക്റ്റ് സെൻറ്റൻസ് അല്ല. കറക്റ്റ് സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു മണ്ടത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ തോന്നും, നമ്മളുടെ സംസാരിക്കാൻ വരത്തില്ല, നമ്മളെ ഇൻ്റർവ്യൂവിൽ സെലക്ട് ചെയ്യത്തുമില്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും, പക്ഷെ അത് കറക്റ്റ് സെൻസ് അല്ല. നമ്മൾ പറയുന്നത് എന്താണ് അവർക്ക് മനസ്സിലായിക്കൊള്ളൂ ഒരു പക്ഷേ. അപ്പോൾ ഇതാണ് പ്രോപ്പർ വേ. ഇത് മസ്റ്റായി നമ്മൾ ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻ്റർവ്യൂ, എക്സാം, സ്കൂൾ കോളേജ് ആയാലും പിന്നെ IELTS, OET എന്നെ വന്നാലും ഇവന്മാരില്ലാതെ പറ്റത്തില്ല. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ഈ സാധനം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു രണ്ടെണ്ണം കൂടെ ഉണ്ട്. പാർട്ട് 3 ഉണ്ട്, 4 ഉണ്ട്. അതിനകത്ത് ഞാൻ അടുത്ത് പഠിക്കും. അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ വാസും പാസ്റ്റല്ലേ, പിന്നെ ഈ ഹേഡും പാസ്റ്റല്ലേ, ഇതൊക്കെ കുഡും പാസ്റ്റല്ലേ എന്ന് ചോദിക്കാറുണ്ട്. അവരൊക്കെ വേറെ ഫാമിലിക്കാരാണ്, റിലേറ്റീവ്സാണ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഫാമിലി വേറെ, ഫാമിലിയുടെ വീട്ടുപേര് വേറെ. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. സിമ്പിൾ പാസ്റ്റ് പോസിറ്റീവ് ആൻസറാണ് അതിനകത്തുള്ളത്. അതായത് ആൻസർ ഞാൻ പോയി, കണ്ടു എന്നുള്ളതാണ് തൊട്ട് മുന്നത്തെ വീഡിയോയിൽ. ഇപ്പോഴത്തെ വീഡിയോയിൽ വന്നില്ല, പോയില്ല, കണ്ടില്ല, കുടിച്ചില്ല, കഴിച്ചില്ല, മീൻസ് വന്നില്ല. ഓക്കെ. അപ്പോൾ പിടിയിട്ട് മനസ്സിലായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ റൂൾസ് നോക്കേണ്ട ആവശ്യമില്ല. റൂൾസ് പഴയത് മാത്രം ഓർത്താൽ മതി. പോസിറ്റീവ് ആൻസറിൻ്റെ റൂൾസ് മാത്രം എടുത്താലും മതി. ഇത് പഠിച്ചിരിക്കുകയാണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയി അറിയണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ ഈ 2 ബുക്ക് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇത് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പ്രിൻ്റഡ് നോട്ടും ഇത് സ്പോക്കൺ ഇംഗ്ലീഷ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഡീപ്പായി പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് മാത്രം മേടിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെബ്സൈറ്റ് ഒന്നും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബിനകത്ത് കാണാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾക്ക് 100% ആത്മവിശ്വാസത്തോടു കൂടി ഇംഗ്ലീഷ് സംസാരിക്കുവാനോ എഴുതുവാനോ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് അകത്തും പുറത്തും ജോലി, ബിസിനസ്, പ്രൊമോഷൻ, ഇൻ്റർവ്യൂ, മറ്റ് അവസരങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ വിളിക്കുക. പവർ ഓൺ എഡ്യൂക്കേഷൻ, ചിങ്ങവനം, കോട്ടയം ആൻഡ് ഓൺലൈൻ. ഫോൺ 8089778899. ലൊക്കേഷൻ കാണുവാൻ ഗൂഗിൾ സെർച്ച്. ഓക്കെ. അപ്പോൾ പാർട്ട് വൈസ് ആയിട്ട് ഈ വീഡിയോ കാണാവേ, അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ. ഇനി ചിലപ്പോൾ അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ സിമ്പിൾ പ്രസൻറ്റ് ആയിരിക്കും ഇടാൻ പോകുന്നത്. നിങ്ങൾ ഓഡിയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് പോലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഓർക്കുക, പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഓരോ ടെസ്റ്റിനും പ്രത്യേകം ഉണ്ട്. ആ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ യു വിൽ ബി കിങ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വീണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.